എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി തന്നെ നാളെ തുറക്കുന്ന പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാ സ്റ്റുഡൻസിനും ആശംസയും അഭിവാദനങ്ങളും നേരുന്നു. നാളെ മുതൽ പ്രീ സ്കൂളിൽ മുതൽ കോളേജ് വരെ തുടക്കം കുറിക്കുകയാണ്. അതിൽ പല കുട്ടികളും ഒരുപക്ഷെ അവർ വീട്ടിൽ നിന്നും അകലങ്ങളിലായിരിക്കും അവരുടെ അധ്യയന വർഷം തുടങ്ങുന്നത്. കാരണം ഏതാണ്ട് ഒരു 60% സ്റ്റുഡൻസും അവരുടെ വീട്ടിൻ്റെ പരിസരത്തായിരിക്കില്ല, അവിടെയുള്ള കോളേജ് ആയിരിക്കില്ല, മോസ്റ്റ്ലി ദൂര സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ പല സ്റ്റേറ്റ്സിലുമായിരിക്കും. അപ്പോൾ ഇതിൽ ഒരു +2 ഒക്കെ പാസ്സായി കഴിഞ്ഞ് ഹോസ്റ്റൽ ജീവിതത്തിലോട്ട് ആദ്യം പ്രവേശിക്കുമ്പോൾ അവർക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. അത് അതിജീവിക്കാനുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും പേരൻസ് മുൻപേ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. പ്രധാനമായി ചെയ്യേണ്ടത് അവർക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അവരുടെ ആഹാരം ഫുഡ് സ്റ്റഫ് ആയിരിക്കും. എന്തായാലും ഹോസ്റ്റലിലും പെയിൻ ഗസ്റ്റിലുമൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആഹാരം അവർക്ക് ഒരു രീതിയിലും കിട്ടില്ല. അപ്പോൾ അത് കിട്ടുന്ന ആഹാരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിയണം. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടാകും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം നോർമൽ. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചില പേരൻസ് കാണാറുള്ളതാണ്, കുട്ടികൾ ദൂരെ പഠിക്കാൻ പോകുമ്പോൾ ഇവർ മൊത്തം വെറീസാകും. ആ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഹാരത്തിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും കുറിച്ച് ബുദ്ധിമുട്ട് പറയുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് ഇവർ നേരെ സ്റ്റുഡൻസ് മക്കളുടെ അടുക്കലേക്ക് പോവുക, ഒരു വീട് വാടകയ്ക്ക് എടുക്കും, അവർക്ക് വേണ്ടി അവർക്ക് ആഹാരം വയ്ക്കാനോ അവരെ സുരക്ഷിതമായി നോക്കാനും വേണ്ടി അച്ഛനോ അമ്മ ആരെങ്കിലും അങ്ങടേക്ക് പോകും. വളരെ തെറ്റാണ്, വെരി റോങ് തിങ്സ്. ഒരിക്കലും ഒരു പാരൻസും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആ കുഞ്ഞിൻ്റെ ഭാവി നശിപ്പിക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് അവർ വന്നെങ്കിൽ മാത്രമേ നാളെ അവരുടെ ജീവിതത്തെ ഫേസ് ചെയ്യാൻ പറ്റൂ. എപ്പോഴും പേരൻസ് ഒപ്പം ഉണ്ടാവില്ല. നിങ്ങൾ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ നല്ല രീതിയിൽ ആ ദിവസങ്ങൾ ചെയ്യാൻ പറയാം. അവർ പോണത് പുതിയ അറ്റ്മോസ്ഫിയറാണ്, പുതിയ കൂട്ടുകാർ, പുതിയ പുതിയ അറ്റ്മോസ്ഫിയർ, പുതിയ കോളേജ്, പുതിയ ഹോസ്റ്റൽ, ഇതൊക്കെയാണ്. ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അതിനെ എല്ലാം അവർക്ക് അതിജീവിക്കാനുള്ള ഹെൽപ്പ് ഉണ്ടെങ്കിൽ, അത് പേരൻസ് ഉണ്ടെങ്കിൽ നടക്കില്ല. അവർ നേരെ കോളേജിൽ പോകണം, നേരെ വീട്ടിൽ വരുന്നു, അതെല്ലാം ദറ്റ് ഈസ് അവരുടെ ഒരു മാറ്റവും ഉണ്ടാകില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പേരൻസിനോട് പറയുന്നു, പ്ലീസ് മാക്സിമം നിങ്ങൾ കൊടുക്കേണ്ട അഡ്വൈസ് ഫോണിൽ കൂടെ ഒക്കെ അഡ്വൈസ് കൊടുക്കുക. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിന് ഓവർകം ചെയ്യാനുള്ള ഒരു ത്രാണി അവർ ഉണ്ടാക്കി കൊടുക്കേണ്ടത് പേരൻസാണ്. സോ ഒരിക്കലും പലരും അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. മക്കൾക്ക് ആഹാരം ഉണ്ടാക്കണമെങ്കിൽ അമ്മ പോയി ദൂരെ ഒരു വീട് കൊടുത്തവിടെ താമസിക്കുന്നത് വെറും ഇറ്റ് ഈസ് ആക്ച്വലി ഫൂളിഷ് നത്തിങ്സ്. സോ ദയവ് ചെയ്ത് ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഒരിക്കലും നാം മൂലം നമ്മുടെ കൂടുതൽ ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കുന്ന കാരണം അവരുടെ ഭാവി വളരെ മോശമായ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു വിടുകയാണ്. അതുണ്ടാകാൻ പാടില്ല. ലെറ്റ് ദം ട്രൈ, ലെറ്റ് ദം കം അപ്പ്. എല്ലാ വിഷയങ്ങളും അവർ അതിജീവിക്കണം. എന്തിനായിരുന്നാലും നമ്മുടെ കാലശേഷവും അവർ ജീവിക്കേണ്ടതാണ്. അവർ വളർന്ന് അവർ ജോലിയാകുന്നു, അവർ വിവാഹിതരാകുന്നു, അവരെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ പഠിക്കേണ്ട. ഒരു 20 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ പഠിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കുട്ടികൾ പഠിച്ചിരിക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാരൻസ് ചെയ്യരുത്. നിങ്ങളവരെ കറക്റ്റ് സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്യുക, അവരുടെ വേണ്ട എക്സ്പെൻസ് എവറിത്തിങ് എല്ലാം നിങ്ങൾക്ക് കാണിക്കണം. പക്ഷേ അവരെ ഒപ്പം നിർത്തി അവരെ നശിപ്പിച്ച് കളയരുത്. അത് വലിയ മോശം ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും കുഞ്ഞുങ്ങളോട് സ്നേഹമാണ്. ഇത്ര നാൾ വരെ നമ്മോടൊപ്പം ഇരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കാര്യമായി നോക്കി അതിന് ആവശ്യമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ വേറൊരു ലെവലിലാക്കി വെച്ചിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ വിഷമം കൂടുതലുണ്ടാകുക. അതുകൊണ്ട് പേരൻസ് ആദ്യമേ ഈ കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടാകില്ല.
അവർ പ്രഗത്ഭരായ വ്യക്തികളായി അവർ മാറിക്കഴിയും. എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറിയുന്ന സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.